ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെങ്ങന്നൂർ പെരുമയാണ് കേട്ടോ. അപ്പോൾ 2026 നമ്മുടെ ചെങ്ങന്നൂർ പെരുമ തുടങ്ങിക്കഴിഞ്ഞു. ഫെബ്രുവരി 21 സ്റ്റാർട്ട് ചെയ്തത്. ഒരാഴ്ചയോളം ഇതുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത ദിവസം തന്നെ തിങ്കളാഴ്ച ദിവസം നമ്മളിവിടെ വന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ചെങ്ങന്നൂർ അങ്ങാടിക്കലാണ് കേട്ടോ ചെങ്ങന്നൂർ പെരുമ നടക്കുന്നത്. അപ്പം അവിടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അങ്ങാടിക്കൽ ജംഗ്ഷൻ വഴി ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് പാർക്കിങ് സൗകര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ചെങ്ങന്നൂർ ബിസിനസ് ഇന്ത്യ ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മുടെ 2026 പെരുമ നടക്കുന്നത്. അപ്പോൾ നമുക്ക് പാർക്കിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റും കുറച്ച് വണ്ടികളൊക്കെ നമുക്ക് ഇടാം. പിന്നെ റോഡ് സൈഡിലായിട്ടും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു പെട്രോൾ പമ്പ് കാണാം. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഗ്രൗണ്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ പാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ്, ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വീട് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് അകത്തേക്ക് കയറുന്നത്. അവിടെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരെ മുന്നിൽ തന്നെ നമ്മുടെ ഇവിടെ കഥകളിയുടെ ഒരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട്.
ഇത് നമ്മുടെ തടിയും കൊണ്ട് ഉണ്ടാക്കിയ അതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഇവിടെ ലൈവ് ക്യാഷ്നട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇത് ചുട്ടത് അടിച്ച് പൊട്ടിച്ച് ക്യാഷ്നട്ട്സ് അങ്ങനെ തന്നെ വിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ മൊബൈൽ കവറുകൾ, സ്ക്രീൻ ഗാർഡ് അങ്ങനത്തെ ഒക്കെയാണ്.
അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് സ്റ്റേജ്. അപ്പോൾ അവിടെ പല പ്രോഗ്രാംസും ഉണ്ട്. അപ്പോൾ സന്ധ്യ തൊട്ട് ആ ഒരു വൈകിട്ട് ആ സമയത്തായിരിക്കും ഓരോ ദിവസമായിട്ട് നമ്മുടെ പാട്ടുകാർ ഒക്കെ വന്ന് പാട്ട് പാടുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ദിവസങ്ങളിൽ ഓരോരുത്തരായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന ദിവസം ജോത്സ്നയുടെ പാട്ടായിരുന്നു ലൈവ്. അപ്പം അത് ഏകദേശം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പരിപാടി. അപ്പം നമ്മൾ ഈ വന്നത് ഉച്ച കഴിഞ്ഞിട്ടുള്ളൊരു സമയത്താണ്. അപ്പം അങ്ങനെയുള്ള പരിപാടി തുടങ്ങിയില്ല. പിന്നെ അല്ലാതെ പിള്ളേരുടെ നാടൻ പാട്ട് അല്ലാതുള്ള ഡാൻസ് അങ്ങനത്തെ അതൊക്കെയായിരുന്നു ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെയും പിള്ളേരുടെ ഒരു ഡാൻസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ വേറൊരു ദിവസം വൈകിട്ട് പിന്നെ നമ്മുടെ വിധു പ്രതാപിൻ്റെ സോങ്ങും അങ്ങനെ അല്ല പിന്നെ ടിനി ടോം അങ്ങനെ ഓരോ ദിവസമായിട്ട് ഓരോരുത്തരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് സംഭവങ്ങളൊക്കെയാണ്. എന്നാലും വലിയ രീതിയിൽ അത് ജയൻറ്റ് വീൽ അങ്ങനെയുള്ളതൊന്നുമില്ല. സാധാ പിള്ളേർക്ക് എന്താണ് നമ്മുടെ ഈ സ്ലൈഡ് പോലുള്ളതും അങ്ങനത്തെ സംഗതികളൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ ഐസ്ക്രീം ഉണ്ട്. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പല തരത്തിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പുട്ടും കടലയും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ. പിന്നെ അതുപോലെ നമ്മുടെ ബർഗർ, പപ്സ്, സമൂസ, കട്ട്ലറ്റ്സ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു കൂപ്പൺ എടുക്കണം. ഇപ്പം നമുക്കൊരു 100 രൂപയുടെ സാധനമാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഈ കൂപ്പൺ കാർഡ് പോലാണ് നമുക്ക് തരുന്നത്. അപ്പോൾ 100 രൂപയുടെ ഒരു കാർഡ് നമ്മൾ എടുത്തിട്ട് അവിടെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഏത് സ്റ്റോളിൽ നിന്നാണ് നമ്മൾ ഫുഡ് മേടിക്കുന്നത് ആ സ്റ്റോളിൽ കൊണ്ടാണ് നമ്മൾ ഈ കൂപ്പൺ കാർഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ കാർഡ് കൊടുത്തിട്ടാണ് നമ്മൾ ഫുഡ് മേടിക്കുന്നത്. അപ്പോൾ നമ്മളും കുടുംബശ്രീയുടെ ബർഗറും കട്ട്ലറ്റും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 100 രൂപയായിരുന്നു ടോട്ടൽ. അതിൻ്റെ കൂപ്പണാണ് നമ്മൾ മേടിച്ച് അവിടെ കൊടുത്ത് ഫുഡ് മേടിച്ചത്. അപ്പം വേണ്ടവർക്ക് അവിടെ ഇരുന്ന് തന്നെ നമുക്ക് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഞങ്ങൾക്ക് പക്ഷേ നേരത്തെ പോകേണ്ടിയോണ്ടും കൂടെ ഞങ്ങൾ അവിടെ ഇരുന്നില്ല. അപ്പം ഞങ്ങൾ കാറിലിരുന്നാണ് പിന്നെ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ എന്താ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഐസ്ക്രീം
അപ്പോൾ ഇത് നമ്മുടെ IT ജംഗ്ഷനിലുള്ള ശീതൾ ബേക്കറിയുടെ ഐസ്ക്രീമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മുടെ സൊനാറ്റയുടെ ഐസ്ക്രീമാണിത്. അപ്പോൾ നമ്മൾ ഒരു സ്കൂപ്പ് സ്ട്രോബെറിയും ഒരു സ്കൂപ്പ് ഓറിയോയും ആയിരുന്നു നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചെങ്ങന്നൂർ പെരുമയിൽ നമുക്ക് കാണാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വൈകിട്ട് വന്നാലാണ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പാട്ടുകാരുടെ ഒക്കെ പരിപാടികളൊക്കെ ആ സമയത്താണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് അവരുടെ പരിപാടികളൊക്കെ കാണാം, അതിന് ശേഷം പോവാം. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പം നമ്മൾ പകൽ വന്നതാണ്, ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ പിള്ളേരുടെ കുറച്ച് കലാപരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നതും ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടാണ്, ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പിള്ളേരൊക്കെ പല പരിപാടിക്ക് വേണ്ടിയിട്ടും അവിടെ ഡ്രസ്സ് ചെയ്തൊക്കെ നിൽപ്പുണ്ട്, നല്ല കോസ്റ്റ്യൂംസിൽ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് നമ്മൾ പോയിട്ട്, ബാക്കിലൊരു ഗേറ്റ് ഉണ്ട്, അതിലേക്ക് കൂടാണ് നമ്മൾ ഇറങ്ങുന്നത്. നേരെ പാർക്കിങ്ങിൻ്റെ ആ ഭാഗത്തേക്കാണ് ആ ഗേറ്റ് വരുന്നത്. അപ്പം നമ്മൾ അതിലെ പോയി നമുക്ക് വണ്ടി എടുത്ത് തിരിച്ചു പോകാം. അപ്പോൾ പാർക്കിംഗ് സൗകര്യം ഒന്നും കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വൈകിട്ട് കുറച്ച് തിരക്ക് പൊതുവെ പകലിനെക്കാട്ടിലും കൂടുതലായിരിക്കും. പരിപാടികളൊക്കെ ആ സമയത്തായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ആ സമയത്ത് വരാനായിട്ട് ചാൻസ് ഉണ്ടല്ലോ. അപ്പം അതേ ഉള്ളൂ, അല്ലാതെ സ്ഥലങ്ങൾക്ക് കുറവൊന്നുമില്ല. അപ്പം എല്ലാവരും ഇത് വന്ന് കാണുക, ചെങ്ങന്നൂർ പെരുമ. അപ്പോൾ 2026 നമ്മുടെ ഫെബ്രുവരി 21 സ്റ്റാർട്ടായിട്ടുണ്ട്, ഒരാഴ്ചയാണ്, 28 തീയതി വരെ കാണും. അപ്പോൾ എല്ലാവരും ഇത് വന്ന് കാണുക, ആസ്വദിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെയും ബൈ.